ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ഞാൻ കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചവറയിൽ ശങ്കരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ഓട്ടോറിക്ഷയിൽ ഈ ജങ്കാറുള്ള സ്ഥലത്ത് എത്തണം. ജങ്കാറിൽ കൂടെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അക്കരെയുള്ള ദേവീ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ജങ്കാർ സർവീസ് അമ്പലത്തിന്റെ വകയായിട്ട് ആണ് നടത്തുന്നത്. ഇതാണ് കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രം. വളരെ മനോഹരമായ ക്ഷേത്രമാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ദുർഗാദേവി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് തൊട്ടു പിറകിലായിട്ട് കടലാണ്. സുനാമി ഉണ്ടായപ്പോൾ പോലും യാതൊരു കേടുപാടുകളും ഉണ്ടാവാത്ത ക്ഷേത്രം എന്നൊരു പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചയാണ് മണി നേർച്ച. മണി നമ്മൾ റെസിപ്റ്റ് എഴുതി വാങ്ങിയതിന് ശേഷം അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് ഈ പേരാലിൽ 7 വലത്ത് വെച്ച് ഇവിടെ കെട്ടണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. മണിയുടെ വെയിറ്റ് കൊണ്ട് പേരാലിന്റെ ശിഖരങ്ങളൊക്കെ ഓരോ കമ്പികളൊക്കെ കൊടുത്ത് അവര് ബലപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ധാരാളം ഭക്തജനങ്ങൾ മണി നേർച്ചയായിട്ട് കെട്ടുന്നുണ്ട്. ആഗ്രഹ സഫലീകരണത്തിനും രോഗശാന്തിക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയാണ് മണി നേർച്ചയായിട്ട് കെട്ടുന്നത്. അതുപോലെ തന്നെ പൊങ്കാല അപ്പുറത്തെ സൈഡിൽ ഇടുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് മണി നേർച്ചയായിട്ട് കെട്ടാം. അതുപോലെ പൊങ്കാലയും അർപ്പിക്കാം. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ വളരെയധികം തിരക്കാണ്. അതുപോലെ ഇനിയിപ്പോൾ വൃശ്ചിക മാസം ആകുമ്പോൾ അവിടെ 12 ദിവസം ഭജനം ഇരിക്കുന്ന ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അവിടെ ടെന്റുകളൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല, മറ്റു ജില്ലകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ക്ഷേത്രം വന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കണം. ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ജങ്കാർ വരുന്നുണ്ട്. അതിൽ കയറി അക്കരെ എത്തിയതിന് ശേഷമാണ് നമ്മൾക്ക് ബസ്സിൽ കയറി വീട്ടിലോട്ട് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിൽ കാണണമെന്നുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹ സഫലീകരണം നടന്നു. ഇനിയും ക്ഷേത്രത്തിൽ എത്താനുള്ള അനുഗ്രഹം ദേവി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ